പിന്നെ എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ മറ്റോ കൂടെ ഉണ്ടാക്കും. ഓ എന്തൊക്കെയാ പറയണേ? ഇവന്റെ തലയ്ക്ക് കൈ വെക്കുന്നുണ്ടല്ലോ. എന്താ ഈ അനിയന്മാരെ അവന്മാരൊന്നും അടുക്കളയിലേക്ക് വരാറില്ല. അവന്മാരെ കൂടെ ഞാനൊന്നും ചെയ്യിപ്പിക്കാറില്ല. നിധി ചിലപ്പോ പച്ചക്കറി നുറുക്കി തന്ന പോലൊക്കെ സഹായിക്കും. എന്താ എന്താ പ്രശ്നം? ഇത് ശരിയാവില്ലടാ, ഒരിക്കലും ശരിയാവില്ല. എന്താ? രാവിലെ എഴുന്നേറ്റ് ദോശ ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ചോറും കറി വെക്കും, അത് രാത്രി ചൂടാക്കി കഴിക്കും, അതിനുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കും. പോരെ സംസാരം? അയ്യേ, ഇത് എന്താണിത്? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കുക്കിങ്ങിനെ പറ്റി പറഞ്ഞ വളവളാന്നടിക്കും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. എന്തൊരു കഷ്ടത്. അത് വിട്. സുഭാഷ് ചേട്ടൻ എങ്ങനെയാണോ അതുപോലെ സംസാരിക്കട്ടെ. എന്തായാലും കല്യാണം കഴിഞ്ഞാലും സുഭാഷ് ചേട്ടൻ ഇങ്ങനെയാണെന്ന് അറിയേണ്ടതല്ലേ. ഇപ്പഴേ അത് മനസ്സിലാക്കുന്നല്ലേ നല്ലത്. അത് ശരിയാ. അല്ലാതെ ആദ്യം സത്യം മറച്ചു വെച്ച് ഓരോന്ന് അടിച്ചു വിട്ടിട്ട് അവസാനം അന്ന് കേട്ട ആളല്ല ഇപ്പൊ കാണുന്ന ആളെന്ന് കള്ളത്തരം തിരിച്ചറിയുന്നതിനേക്കാളും നല്ലതല്ലേ. അത് കറക്റ്റ്. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് അപ്പൊ നിങ്ങളാ, അത്രയല്ലേ ഉള്ളൂ. അതെ. നിങ്ങളുടെ അനിയന്റെ ഭാര്യ കുക്ക് ചെയ്യില്ലേ? എനിക്ക് എത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. എനിക്ക് പക്ഷേ കുക്ക് ചെയ്യാനായിട്ട് യാതൊരു മടിയുമില്ല. അല്ല, ഇയാൾക്ക് കുക്കിംഗ് അറിയോ? കുറച്ച്. എനിക്ക് പക്ഷെ എല്ലാം അറിയാട്ടോ. ഒരു കല്യാണത്തിന് വേണമെങ്കിൽ പോലും ഞാൻ സദ്യ ഉണ്ടാക്കും. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ ഇറങ്ങിയില്ലേ? തയ്യാറായി കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ ഇറങ്ങിയത്. പിന്നെന്താ ഇത്ര ലേറ്റ്? അതോണേ അവനെ. അയ്യോ അമ്മേ ദേവി രക്ഷിക്കണേ മാമേ. നമുക്കേ വഴിപാടിന് രസീതെടുക്കാം. ദേവി കണ്ടില്ലേ? തൊഴുത് വരട്ടെ. ഇവിടെ വെച്ച് പിടിക്കുന്നതന്നെയാ നല്ലത്. എന്നാലും എന്താ അത് കാണാത്തെ? വരുന്നില്ലല്ലോ. ഇവിടുന്ന് വരുമ്പോ അങ്ങനെ ഇറങ്ങി ഉരുണ്ട് ചെന്ന് തട്ടുന്നു, കാണുന്നു. കണ്ടില്ലേ? കഴിഞ്ഞു കിടക്കാം. രക്ഷിക്കണേ സുധീഷേട്ടാ, നിങ്ങളോ? ഇതെന്തു പറ്റി? വഴിപാട്. വഴിപാട്? ഏത്? ഈ കല്ല് കിടന്നുണ്ടോ? ദേവി ഈ കല്ല് പുഷ്പമായിട്ട് തോന്നിപ്പിക്കും. അമ്മേ നാരായണ. അവസാനിച്ചോ? ഉവ്വ്. ആദ്യത്തെ നീയേറ്റന്മാരല്ലേ വന്നുള്ളൂ? അത്രേ ഉള്ളൂ വഴിപാട്. അയ്യോ അത് പോരാ. അതെ. ശയന പ്രദക്ഷിണം എന്ന വഴിപാടിന്റെ പേര്. പ്രദക്ഷിണം മുഴുവനാക്കണം. എന്ന് വെച്ചാ അമ്പലം മുഴുവനും ചുറ്റി വരണം. ഫുള്ള്? യു മീൻ ഫുൾ റൗണ്ട്? യെസ്. പ്രദക്ഷിണ വഴി മുഴുവൻ. ആ കുട്ടി പറഞ്ഞത് കേക്ക് മോനെ. ആരെ പറ്റിച്ചാലും ഭഗവതിയെ പറ്റിക്കല്ലേ. അതെ. ശരിക്കും ഷർട്ടില്ലാതെ ശയന പ്രദക്ഷിണം ചെയ്യേണ്ടത്. പക്ഷെ പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല. തുടങ്ങിക്കോളൂ. നികേഷ് ഉരുട്ടി തരും. ആ കേസ് വേണോ നിധി? വഴിപാടല്ലേ, വേണം. വഴിപാട്. കിടക്കാം. കിടന്നോളൂ. പെട്ടെന്ന് അമ്മേ അമ്മേ. ഉരുണ്ട് ശീലമുള്ള എഴുന്നേക്കില്ല, കഴിഞ്ഞിട്ടില്ല. ഉരുണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ. എന്താ? കല്ല. ഉരുണ്ടോളൂ, ഇരുന്നോളൂ. കിടക്കാനല്ല, ഇരുന്നോളൂ. അല്ല, എന്തിനായിരുന്നു വഴിപാട്? എല്ലാം നിന്റെ ഇടത്തേക്ക് വേണ്ടിട്ടായിരുന്നൂടാ. എനിക്ക് കേട്ടോ. ഇയാൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടിയില്ല, ജോലിയും കിട്ടിയില്ല. അത് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഈ കിടന്നു ഉരുണ്ടത്. എന്റെ ഭഗവതി. അല്ല, ഇത് പക്ഷെ വല്ലാത്ത ഉരുളായി. അതുകൊണ്ട് പറഞ്ഞത്. എടാ സത്യമാടാ. നടയിലിരുന്ന് കള്ളാസത്യം പറയണ്ട. ഇതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അയ്യോ നിധി സത്യമായിട്ട് അതാണ് കാര്യം. എന്നൊന്ന് വിശ്വസിക്ക്. സത്യം ഞാൻ പറയാം. ഇത്തിരി ദൂരം ഉരുളുന്നോലെ കാണിച്ച് ഏറ്റത്തേക്ക് വേണ്ടി ശൈനപ്രദർശനം ചെയ്യുന്നു എന്ന് വിശ്വസിപ്പിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഒത്തില്ല, കുടുങ്ങിപ്പോയി. ഒന്ന് പോണാവണം. ഈ മനുഷ്യന്റെ ശരീരം മുഴുവൻ വേദനിക്കുമ്പോഴോ അവന്റെ ഒരു പരിഹാസം. കാലാണെങ്കിൽ നീറിയിട്ട് വയ്യ. നോക്കട്ടെ. മുറിവുണ്ടല്ലേ? ഇത് മാത്രമല്ല ഇവിടെ നോക്കട്ടെ. സോറി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങളല്ലേ എന്നെ ഉരുട്ടിയത്? വഴിപാട് പിന്നെ പകുതിക്ക് നിർത്താൻ പറ്റുമോ? പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് വല്ല മരുന്ന് വാങ്ങിച്ചു പുറട്ടാൻ നോക്ക്. നികേഷ് വാ, നമുക്ക് തൊഴുത് വരാം. വാ. വരുന്നുണ്ടോ? പോയിട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എനിക്കിന്നെ നടക്കാനൊന്നും വയ്യ. എന്നാ ഞങ്ങള് പോയിട്ട് എടാ പോടാ. അവന്റെ ഒരു ഉരുട്ട്. സത്യമായിട്ട് നേരത്തെ കുതിരേടാ. അയ്യാ ചേട്ടാ, എത്ര ചട്ടിക്ക് എത്ര സിമെന്റ് ഇറക്കുന്നത്? 4 ചട്ടിക്ക് 1 ചട്ടി സിമന്റ്. ഇനി സിമെന്റ് 1.5 ചട്ടി ആക്കിയോ. പിടുത്തം പോലെ. ഭയ്യ ആരോ നോക്കിയേ. ചേട്ടാ ഇതൊരു നമ്പറാ. ആണോ? ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേ. 7473. ആ നമ്പർ ഓർമ്മയുണ്ടല്ലോ. ജ്യോതിയായിരിക്കും. ഇതാ അത് കട്ടായി. എന്നാ അവളെ വിളിച്ചേക്ക്, ഞാൻ പിന്നെ വിളിച്ചോളാം. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഹലോ. ഹലോ, ഞാൻ ജ്യോതിയെ സംസാരിക്കുന്നത്. മനസ്സിലായി, പറഞ്ഞോളൂ. സുന്ദരല്ലേ? എനിക്ക് സുന്ദരൻ. നിങ്ങൾക്കോ? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ബിസി ആയിരുന്നോ? ഞാൻ ആദ്യം വിളിച്ചിട്ട് എടുത്തില്ല. അത് ഞാനേ ജോലിയിലായിരുന്നു. എടുക്കുന്നതിന് മുമ്പ് കട്ടായി പോയി. ഓ, കട്ടായാൽ തിരിച്ചു വിളിക്കാമല്ലോ. അപ്പോഴേക്കും ഇയാള് വിളിച്ചല്ലോ. ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല. ഓഫ് ഡേ. ആണോ? ഓഫ് ഡേ ഇങ്ങനെ മാറി മാറി വരും. അതെയോ? സൺഡേ ഓപ്പൺ ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ദിവസം ഓഫ്. അതല്ലേ? കഴിച്ചോ? ഇല്ല, പണി മാറ്റിയില്ല. എന്നുവെച്ചാ? പണി നിർത്തി കഴിക്കാറായില്ലെന്ന്. എപ്പോ പണി കഴിയും? 5:30 ആകുമ്പോ കഴിയും. പക്ഷേ ഇപ്പൊ 7:30 വരെ ഓവർ ടൈമാ. അതെന്താ? ഈ പണിയെ വിഷുവിന് മുമ്പ് തീർക്കണം. ഓ, പിന്നെന്തുണ്ട്? അല്ല, ഇതൊരു 3000 സ്ക്വയർ ഫീറ്റ് വരും. 2 നിലയാ. ഓ അതെല്ലേ. പിന്നെ ഞാനുണ്ടെങ്കിൽ എഞ്ചിനീയർ അങ്ങനെ വരാറില്ല. പണിയുടെ കാര്യത്തില് തട്ടിപ്പ് കാണിക്കാൻ പാടില്ലല്ലോ. അതെ അതെ. വേറെന്തുണ്ട്? ഇവിടെ 6 പണിക്കാറുണ്ട്. ഓ അതെല്ലേ. അല്ല, നിങ്ങളുടെ വീട് കെട്ടിയിട്ട് എത്ര വർഷമായി? അറിയില്ല, അതൊക്കെ അച്ഛനോട് ചോദിക്കണം. ഓ അതെയോ? വേറെന്താ? വേറെ ഈ ഉറപ്പ് നോക്കുകയാണെങ്കിൽ പഴയ വീടുകളുടെ ഉറപ്പ് പുതിയ വീടുകൾക്കില്ല. ഈ പുതിയ സാധനങ്ങൾക്ക് ക്വാളിറ്റി കുറവാ. ഇപ്പൊ എല്ലാം ബിസിനസ് ആയില്ലേ. ഹലോ. ശരി.
വീട്ടില് അമ്മ വിളിക്കുന്നുണ്ട്, വെക്കട്ടെ. ശരി. ആ സുനന്ദ അല്ലേ ഇത്? അതെ, കരയുന്നുണ്ടല്ലോ. ഇവിടുത്തെ നാഗദൈവത്തിന് മുമ്പിൽ 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ച ഏത് നടക്കാത്ത കാര്യം നടക്കൂന്നാ പറയാം. ഇനി ആ വഴിയോട് ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, അല്ലാതെ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ? പാവല്ലേ. അങ്ങനെ നോക്കിയാ സുഭാഷ് ചേട്ടനും പാവല്ലേ? അതാ പറഞ്ഞത്, സുനന്ദയ്ക്ക് ആ വിവാഹം കഴിക്കുന്നതിൽ താല്പര്യമില്ല. സുഭാഷ് ചേട്ടനും നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് മാത്രം വേറെ പെണ്ണ് നോക്കാൻ വരുന്നതാ. ഞാൻ പലതവണ പറഞ്ഞതാ, എന്നാലും പറയാ, ശരിക്കും കെട്ടേണ്ടത് അവരല്ലേ? അതിനൊരു സാധ്യതയില്ലെന്ന് മനസ്സിലായതല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്ത് അവരുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്നാണോ പറയുന്നത്? നിധി, ലോകത്ത് ഏത് പറ്റാത്ത കാര്യം പറഞ്ഞാലും ഞാൻ ശ്രമിച്ചു നോക്കായിരുന്നു. പക്ഷേ ഇത് നടക്കൂല. ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടക്കാതിരുന്നപ്പോ അത് തടയാൻ എന്റെ കൂടെ നിന്ന ആളല്ലേ ഇയാള്? സ്വന്തം ചേട്ടന് വേണ്ടി അത് ചെയ്തൂടെ? അത് ഇയാൾക്ക് കങ്കാരനെ ഇഷ്ടമല്ലാന്ന് ഇയാൾ മാത്രം പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ തീരുമാനം. അതെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് പോരാന്ന് ഞാനും തീരുമാനിച്ചു. പക്ഷെ ആ ധൈര്യമൊന്നും സുനന്ദയ്ക്കില്ല. അല്ലേ നിധി? സത്യമായിട്ടും ഞാൻ ഇയാൾക്ക് വേണ്ടിട്ടാട്ടോ ശയനപ്രദർശനം ചെയ്തേ. പിന്നെ സത്യമായിട്ടും അല്ലേ? ഒരു കാര്യം ചെയ്യാം, മരുന്ന് ഞാൻ വാങ്ങിത്തരാം, നടക്ക്. നല്ല വേദന. അതൊക്കെ പോ. നല്ല വേദനയുണ്ട്, പുറകൊക്കെ നീരിച്ചു നോക്കി. സെയിം നമ്പർ ചേട്ടാ. ഹലോ. ഹായ്, ഇപ്പൊ എന്താ ചെയ്യുന്നേ? ലഞ്ച് ബ്രേക്ക് ആയിരിക്കും കരുതിയാ വിളിച്ചേ. അതെ, കഴിച്ചോണ്ടിരിക്കുക. ഇയാള് കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഇന്നെന്താ വൈകി? അമ്മ കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. എന്താ കറി? അറിയില്ല, നോക്കണം. ഞാനേ രാവിലെ സാമ്പാറും കായും പയറും മെഴുക്കുവരട്ടിയും അങ്ങ് ഉണ്ടാക്കി. കായ പക്ഷേ ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങി, അതിന്റെ ഒരു മധുരമുണ്ട്. അതുപോലെ സാമ്പാറിന് വെണ്ടയ്ക്ക് വറുത്തതും അല്പം കൂടിപ്പോയി. അതൊരു മീഡിയം വറവേ പാടും. എന്നാലേ ആ പച്ചപ്പ് വിടാതെയും എന്നാ വഴുവഴുപ്പ് ഇല്ലാതെ ഇരിക്കും. വീട്ടിലെ പച്ചക്കറികളൊക്കെ ആരാ വന്ന? അറിയില്ല, അമ്മയോ? ഞാൻ വെക്കട്ടെ, കഴിച്ചോളൂ. ശരി എന്നാ. അല്ലെങ്കിൽ കഴിക്കുമ്പോ ഫോണിൽ സംസാരിക്കാൻ പാടില്ല. എന്നാ വേണ്ട, ശരി. ഈ ഒരു കാര്യം പറയാനുള്ളൂ. എനിക്ക് വേണ്ടടത്തി ഒരു സ്വാദുമില്ല. സുഭാഷ് ചേട്ടന് എന്ത് പറ്റി? മനസ്സിവിടെ നല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലല്ലോ. ഏടത്തി ഞങ്ങളല്ലേ പറയുള്ളൂ. ശരിയല്ലേ ഏട്ടാ? എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് സ്വാദുണ്ട്. അതാ കഴിക്കാൻ എല്ലാരും. ചോറ് വേണം ബട്ടെ. എന്തിന് ഈ സാമ്പാറും കുട്ടി ആർക്ക് വേണം ചോറ്? ഞാൻ ബിരിയാണി കഴിച്ചു. കണ്ണൂരിട്ട് അതാ കിണ്ണ കിടക്ക്. ഇതെന്തിനാണോ? ബിരിയാണിയുടെ കൂടെ ഇത് ഹോട്ടലിൽ നിന്ന് കഴിക്കായിരുന്നില്ലേ? ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടത്? നിന്റെയൊക്കെ മുന്നിൽ നിന്ന് തിന്ന് കൊതിപ്പിക്കാൻ. ഇതാടാ മോളെ, ദാ, എനിക്ക് വേണ്ട. കഴിച്ചോ? ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ, അല്ലാതെ എനിക്ക് തിന്നാനല്ല. ചോറിന്റെ കൂടെ കോഴി പൊരിച്ചത് സൂപ്പറാ. ദാ. പിന്നെ ഒരു കാര്യം, ഇത് നിനക്ക് മാത്രം കഴിക്കാനുള്ളതാ, അല്ലാതെ ഈ കുരുത്തങ്കട്ടവന്മാർക്ക് വിളമ്പാനുള്ളതല്ല. ഇതാടാ നോക്കുന്നേ, നിനക്കുള്ളത് അല്ലാന്ന് തന്നെയാ പറഞ്ഞേ. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണതൊക്കെ? കഴിച്ചോളെ, മോള് കഴിച്ചു. എന്റെ അമ്മോ, എന്തൊരു സ്നേഹം നിറഞ്ഞൊഴുക അല്ലേടത്തി. കഴിച്ചു. എനിക്ക് വേണ്ട. ഇത് പിന്നെ ഞാൻ കഴിച്ചോളാം. അപ്പൊ ചേട്ടനല്ലേ ആർക്ക് വേണമെന്ന് പറഞ്ഞ് പുച്ഛിച്ചത്? അതുകൊണ്ട് ഒന്ന് പോടാൻ പാടുന്നു. ആദ്യം അച്ഛൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ആർക്കാണോ അവർ മതി 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 കഴിച്ചോന്നേ. മതിനെ. ഓ ആയിക്കോട്ടെ, ഇനി ഞാൻ കഴിക്കാം. ഇത് നീ കഴിച്ചു. എന്നാ പിന്നെ ഇതോടെ കഴിക്കാറില്ലേ? വേണ്ടേ? ഇതിന്നെടുത്തോ. എനിക്ക് വേണ്ടടത്തി. വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. കഴിക്കും. ഇതൊക്കെ കാണുമ്പോഴേ വിശ്വസിക്കാനേ തോന്നില്ല. എന്ത്? അല്ല, അച്ഛനമ്മ കുട്ടിയുടെ ഉത്തരം അറിഞ്ഞിട്ട് സുഭാഷ് ചേട്ടനോട് സംസാരിക്കാന്ന് കരുതിയിരിക്കായിരുന്നു ഞങ്ങള്. എന്ത് തോന്നുന്നു? ഞങ്ങളുടെ സുഭാഷ് ചേട്ടന് ഓക്കെ അല്ലേ? അത് സോറി. സുഭാഷ് ചേട്ടന് സുനന്ദ ഇഷ്ടം, തിരിച്ച് സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടം. അതിന് ഞാൻ തോന്നണം. നമുക്ക് പോയി സുഭാഷ് ചേട്ടന് വേണ്ടി സുനന്ദ പെണ്ണ് ചോദിച്ചാലോന്ന് ആലോചിക്കാം.